വചനമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. വചനത്തിലൂടെയാണ് സ്വർഗത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് നമ്മൾ വചനക്കൊന്ത ചൊല്ലി നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവത്തിന് സമർപ്പിക്കാം. വചനത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. വചനം ഒരാൾ കേൾക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നതിലൂടെ സ്വർഗത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ, വലിയ ബന്ധനങ്ങൾ, തടസ്സങ്ങൾ എല്ലാം മാറും. കാരണം വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ നിയോഗങ്ങളെ വിചാരം വിവേചിച്ചറിയുന്നതാണ്. അവൻ സൃഷ്ടിയും മറിഞ്ഞിരിക്കുന്ന ഈ വചനം നമ്മളെ സംരക്ഷിക്കും. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കാം. കുടുംബത്തിലെ എല്ലാ ബന്ധനങ്ങളും, വ്യക്തിപരമായ എല്ലാ തടസ്സങ്ങളും, ഒന്നിനും പുരോഗതിയില്ലാത്ത അവസ്ഥ, ഈ തലമുറയിൽ വന്നു ചേരേണ്ട പല അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടുന്നില്ല. ഇതെല്ലാം മാറുവാനായിട്ട് വചനക്കൊന്ത ചൊല്ലി നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമീൻ. ഇനി ഓരോ വചനവും നമുക്ക് ഏറ്റുചൊല്ലി ആമീൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. സംഖ്യ 23:23 യാക്കോബിന് അഭിചാരമേൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. ആമീൻ. ലേവ്യ 26:13 നിങ്ങൾ നിവർ നടക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിന്റെ കെട്ടുകളിതാ ഞാൻ പൊട്ടിക്കുന്നു. ആമീൻ. സംഖ്യ 10:35 ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടെ ദോഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് പാലായനം ചെയ്യട്ടെ. ആമീൻ. സങ്കീർത്തനം 140:10 ജ്വലിക്കുന്ന തീക്കനലുകൾ അവരുടെ മേൽ വീഴട്ടെ, ഒരിക്കലും എഴുന്നേൽക്കാനാവാത്ത വിധം അവർ കുഴിയിൽ പതിക്കട്ടെ. ആമീൻ. യെശയ്യാ 10:17 ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായി മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ആമീൻ. യെസക്കേൽ 21:14 മനുഷ്യപുത്ര നീ പ്രവചിക്കുക, കൈ കൊട്ടുക, സംഹാരഖണ്ഡകം വീണ്ടും വീണ്ടും അവരുടെ മേൽ പതിക്കട്ടെ, അത് ചുഴറ്റുന്ന കൊലവാളാണ്. ആമീൻ. നിയമാവർത്തനം 28:7 നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ വരും, കർത്താവ് നിങ്ങളുടെ മുമ്പിൽ വെച്ചവരെ പരാജയപ്പെടുത്തും. അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ അവർ പാലായനം ചെയ്യും. ആമീൻ. യെശയ്യാ 54:17 നിങ്ങളെ ഉപദ്രവിക്കാനുണ്ടാക്കുന്ന ഒരായുധവും ഫലപ്രദമാകുകയില്ല. നിങ്ങൾക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നിങ്ങൾ ഖണ്ഡിക്കും. ഇത് കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ്. ആമീൻ. സങ്കീർത്തനം 68:1 ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദോഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരുത്തണമേ, അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ. ആമീൻ. സംഖ്യ 24:27 ഇസ്രായേൽ ഒരു ചെങ്കോൽ ഉയർന്നു വരും, അത് മോവാബിന്റെ നെറ്റിത്തടം തകർക്കും. രണ്ടാം രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ എല്ലാ രോഗപീഠകളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ രോഗാവസ്ഥയിൽ കിടക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ക്യാൻസർ രോഗം, പലവിധ രോഗതടസ്സങ്ങളിൽ നടക്കുന്ന കുഞ്ഞുങ്ങൾ, എല്ലാ മക്കളെയും കർത്താവെ നിന്റെ വചനത്തിന്റെ ശക്തിയാൽ കർത്താവെ ഞങ്ങൾ ഓരോ വചനങ്ങൾ ഏറ്റു പറയുമ്പോഴും കർത്താവെ ജീവനുള്ള വചനം കർത്താവെ ക്യാൻസർ രോഗങ്ങൾ സൗഖ്യപ്പെടണം. എല്ലാ രോഗപീഠകളിലേക്കും കർത്താവെ നിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കണം. നിന്റെ തിരുരക്തം കർത്താവെ ഓരോ മക്കളിലേക്കും പെയ്തിറങ്ങണം. കർത്താവെ ഞങ്ങൾ നിന്റെ വചനത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ ഓരോ വചനം ഏറ്റു പറയുമ്പോഴും സ്വർഗത്തിന്റെ അത്ഭുതം ഓരോ മക്കളിലും സംഭവിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമീൻ. ജ്ഞാനം 16:12 മരുന്നോ ലേപനോ ഔഷധമല്ല കർത്താവേ, അവിടുത്തെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. ആമീൻ. മത്തായി 8:16 അവൻ വചനം കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. ആമീൻ. ജെറമിയ 30:17 ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ആമീൻ.
സങ്കീർത്തനം 103:3. അവിടെ നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. ആമേൻ. പുറപ്പാട് 15:26. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ആമേൻ. പ്രഭാഷകൻ 38:9. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടെ നിന്നെ സുഖപ്പെടുത്തും. ആമേൻ. ജെറമിയ 17:14. കർത്താവ്, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ആമേൻ. മത്തായി 8:7. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്നവനെ സുഖപ്പെടുത്താം. ആമേൻ. അപ്പോസ്തല പ്രവർത്തനം 4:30. അവിടുത്തെ പരിശുദ്ധദാസനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യം സംഭവിക്കാൻ കർത്താവേ, അവിടുത്തെ കരം നീട്ടണമേ. ആമേൻ. യേശയ്യാ 58:8. നീ വേഗം സുഖം പ്രാപിക്കും. ആമേൻ. ദൈവമേ, ഈ വചനത്തിന്റെ ശക്തിയാൽ എല്ലാ രോഗപീഠകളും സൗഖ്യം സംഭവിക്കട്ടെ. കർത്താവേ, നിന്റെ വചനത്തിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. മൂന്നാം രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. ജോലി, വിവാഹ തടസ്സം, കുട്ടികളില്ലാത്ത അവസ്ഥ, പല ആവശ്യങ്ങൾ എല്ലാം ദൈവത്തിനു മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. സങ്കീർത്തനം 37:4. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ആമേൻ. എഫേസ്യോസ് 3:20. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ ക്രിസ്തുവിലും സഭയിലും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഹബക്കൂക്ക് 3:5. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാനിതാ ചെയ്യാൻ പോകുന്നു. ആമേൻ. ജോബ് 22:2. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിന്റെ പാതകൾ പ്രകാശിതമാകും. ആമേൻ. യേശയ്യാ 66:2. ആത്മാവിൽ എളിമയും അനുതാപവും എൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത്. ആമേൻ. യോഹന്നാൻ 15:16. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ആമേൻ. സങ്കീർത്തനം 20:4. അവിടെ നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, അവിടെ നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. ആമേൻ. 1 ദിനവൃത്താന്തം 4:10. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങനെ അനുഗ്രഹിക്കണമേ, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആമീൻ. സങ്കീർത്തനം 23. സഫാനിയ 3:17. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ആമീൻ. അടുത്തതായി നമ്മളിതിനെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുവാൻ, വലിയൊരു അഭിഷേകം, കാലത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ചൊരിയപ്പെടുവാനായി പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയട്ടെ. യേശുവിൻ്റെ വാഗ്ദാന പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയപ്പെടുവാൻ ഈ വചനത്തിൻ്റെ ശക്തി നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. സക്രിയ 4:6. കർത്താവ് സെറുബലിനോട് അരുൾ ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിലാണ്. ആമേൻ. റോമ 8:9. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മേയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ആമേൻ. റോമ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവനും നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ആമേൻ. റോമ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയും നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ആമേൻ. വെളിപാട് 22:17.
ആത്മാവും മണവാട്ടിയും പറയുന്നു, വരുക. കേൾക്കുന്നവൻ പറയട്ടെ, വരുക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ആമേൻ. യെശയ്യാ 12:3. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആമേൻ. മത്തായി 3:16. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ആമേൻ. ലൂക്കാ 11:13. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ. അപ്പോസ്തല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദായും മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ആമേൻ. 2 കൊരിന്ത്യർ 1:22. അവിടെ നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് വചനത്തിൻ്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കട്ടെ. കർത്താവ് വചനം ഞങ്ങളിൽ മാംസം ധരിക്കട്ടെ. ആത്മാവിനാൽ നയിക്കപ്പെട്ടവരായി ഞങ്ങൾ മാറട്ടെ. 5-ാം രഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് യാത്രയെ സമർപ്പിക്കാം. വിദേശ യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മകളും നമ്മളിൽ നിന്ന് വിട്ടുപോകണം. കർത്താവെ, എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ഈ വചനത്തിലൂടെ വിദേശയാത്ര, എല്ലാ യാത്രകളും കർത്താവെ അങ്ങ് സുഖമാക്കണം. എല്ലാ എതിർപ്പുകളും കർത്താവെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവെ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. സങ്കീർത്തനം 91:11-12. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ആമേൻ. സങ്കീർത്തനം 139:5. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ആമേൻ. തോബിത്ത് 5:16. ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും. അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും. ആമേൻ. നിയമാവർത്തനം 32:11. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. ആമേൻ. അപ്പോസ്തല പ്രവർത്തനം 8:39. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ സംവഹിച്ചു കൊണ്ടുപോയി. ആമേൻ. പുറപ്പാട് 23:20. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ആമേൻ. സങ്കീർത്തനം 78:13-14. അവർ കടന്നുപോകാൻ കടലിനെ വിഭജിച്ചു. അവിടുന്ന് ജലത്തെ കുന്നുപോലെ നിർത്തി. പകൽ സമയം അവിടുന്ന് മേഘം കൊണ്ടും രാത്രിയിൽ അഗ്നിയുടെ പ്രകാശം കൊണ്ടും അവരെ നയിച്ചു. ആമേൻ. ന്യായാധിപൻ 18:6. സമാധാനമായി പോകുവിൻ. നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ആമേൻ. സങ്കീർത്തനം 107:35. അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവുകളായും മാറ്റുന്നു. ആമേൻ. 1 സാമുവേൽ 1:17. സമാധാനമായി പോകുക. ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. ദൈവമേ, ഈ വചനങ്ങൾ ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ആത്മാവും ജീവനുമാവുന്ന നിന്റെ വചനത്തിൽ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് അങ്ങ് സാധിച്ചു തരണമേ. പരിശുദ്ധ കർമ്മല മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. നീതിമാനായ വിശ്വാസ പിതാവേ, അവിടുത്തെ പൈതൃകമായ സ്നേഹവും നീതിയും എന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.